ഇപ്പോൾ നേരെ പോകുന്നത് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ്. ആവശ്യപ്പെട്ടാലും തൂക്കിയെടുത്ത പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. പല വിദ്യാർത്ഥികളും അവിടെ പല പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. എന്തിനെങ്കിലും ബലം പിടിക്കേണ്ട ആവശ്യം കുട്ടി മരിച്ചത് നിങ്ങളെപ്പോ പോലീസുകാർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒത്തു കളിക്കുന്നല്ലേ? ഇതെല്ലാം ജനങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത്? പ്രതികളെ പിടിക്കാൻ ഈ ആവേശം ഈ നാടൻ കണ്ട പോലീസ് പിണറായി വിജയന്റെ മൂക്കിന് തുമ്പില പിണറായി വിജയന്റെ നാട്ടിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടിയില്ല. അവരിവിടെ പഠിപ്പിക്കാൻ പോവാ. അതിന് KSUകാരന്റെ ജീവനുണ്ടെങ്കിൽ അതിനെ അനുവദിക്കില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എത്ര KSUകാരനെ വേണമെങ്കിലും നിങ്ങൾ അറസ്റ്റ് ചെയ്തോ, എന്നാലും ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബ്രിജേഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബ്രിജേഷ്, ഇപ്പോൾ പോലീസിനെതിരെ വലിയ പ്രതിഷേധമാണ് ഈ അവിടെ പ്രതിഷേധത്തിനെത്തിയ KSU പ്രവർത്തകർ കാണിക്കുന്നത്. എല്ലാവരെയും ബലം പ്രയോഗിച്ച് നീക്കി അവിടെ നിന്ന്. ഇതിനകത്തിപ്പോൾ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ഉൾപ്പെടെയുള്ള കുറെ പ്രവർത്തകർ ഇവിടുന്ന് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിരിക്കുകയാണ്. ബാക്കി MC അബ്ദുൽ, അതായത് KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അബ്ദുൽ അടക്കമുള്ള കുറച്ചുപേർ ഇപ്പോഴും ഈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. അവരെ പ്രിൻസിപ്പലിനെ കാണണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇതിനകത്തേക്ക് കടന്ന് പ്രിൻസിപ്പലിനെ കണ്ട് ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കണമെന്നാണ് KSU പ്രവർത്തകരുടെ പ്രധാന ആവശ്യം. പക്ഷേ പോലീസ് അതിന് വഴങ്ങുന്നില്ല. പോലീസ് ഇവരെ പൂർണ്ണമായും തടയുകയാണ്. ബലം പ്രയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഹമ്മദ് ഷമാസിനെയും അതുപോലെ തന്നെ ഫർഹാൻ മുണ്ടേരി ഉൾപ്പെടെയുള്ള KSUവിന്റെ പ്രവർത്തകരെ പോലീസ് ബസ്സിനകത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഇവരെ ചക്രകൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാനാണ് സാധ്യത. ബാക്കി കുറച്ച് പ്രവർത്തകർ ഇപ്പോഴും അവിടെയുണ്ട്. അവരെ കൂടി MC KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പ്രവർത്തകരെ കൂടി പോലീസ് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി പോലീസ് ബസ്സിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പോലീസ് ഇപ്പോൾ MC അബ്ദുലിനെ ഇരു കാലും അതുപോലെ തന്നെ ഇരു കൈയും പൊക്കി പിടിച്ചാണ് ബസ്സിനകത്തേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് നേരത്തെ തന്നെ രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ പോലീസ് ബാരിക്കേഡ് കെട്ടുന്നതിന് മുൻപ് തന്നെ KSU പ്രവർത്തകർ ഓഫീസിന്റെ അകത്തേക്ക് തള്ളിക്കയറിയിരുന്നു. തുടർന്ന് അവരെ ഗേറ്റിന് മുന്നിൽ പോലീസ് തടയുകയും ചെയ്തു. അവിടെ ബാരിക്കേഡ് അവിടെയും വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോലീസ് തടഞ്ഞു നിർത്തി. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ പ്രതിഷേധം കഴിഞ്ഞു. പൊതുയോഗം ഉൾപ്പെടെ അവിടെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് MC അബ്ദുൽ, ഫർഹാൻ മുണ്ടേരി ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് വളരെ അധികം കായികമായി
ബലം പ്രയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തി ബസ്സിനകത്തേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MC അതുലിനെ കൂടി ഈ പോലീസ് ബസ്സിനകത്തേക്ക് കയറ്റാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ഉയരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ KSU ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലം സംഭവം നടന്നിട്ട് ഇതിനകത്ത് ജാതി വേദനം ഉൾപ്പെടെ അല്ലെങ്കിൽ ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ മരണപ്പെട്ട ഇതിന്റെ കുടുംബം ഉന്നയിച്ചിട്ടും പോലീസ് വേണ്ട തരത്തിൽ അതിനകത്ത് ഇടപെടുന്നില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാവുന്നു. പ്രതികളെ ഇതുവരെ കസ്റ്റഡിയിലെടുക്കാൻ വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസിനെയും ജില്ലാ പ്രസിഡന്റ് MC അതുലിനെയും ഒക്കെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് തന്നെ വാഹനത്തിലേക്ക് കയറ്റുന്ന പോലീസിന്റെ നടപടികൾ കൂടിയാണ്.